ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ ബാത്റൂമിൻ്റെ അകത്ത് കുളിക്കുന്ന ഏരിയ സെപ്പറേറ്റ് ഗ്ലാസിൻ്റെ പാർട്ടീഷൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെ വേണം നമ്മൾ പ്ലംബിങ് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കാരണത്തിന് ഈ ഗ്ലാസ്സൊക്കെ ഫിറ്റ് ചെയ്യുന്ന സമയത്ത്, ഡ്രില്ല് ചെയ്യുന്ന സമയത്ത് പൈപ്പിൽ, അതായത് കൺസീൽ ചെയ്ത പൈപ്പിൽ അടിച്ചു കയറാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഗ്ലാസിൻ്റെ പാർട്ടീഷൻ 2 സ്ലൈഡിംഗ് സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യമേ തന്നെ നമ്മൾ ചെയ്യേണ്ടത് വേറെ ഒന്നുമില്ല, നമ്മൾ ഗ്ലാസിൻ്റെ പാർട്ടീഷൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് 2 സ്റ്റെപ്പായിട്ടുണ്ടെങ്കിൽ 2 സ്റ്റെപ്പായിട്ട് ഇപ്പോൾ കുളിക്കുന്ന ഏരിയ ടോട്ടൽ ഏരിയയിൽ നിന്നും 1 ഇഞ്ച് അല്ലെങ്കിൽ 1/4 ഇഞ്ചെങ്കിലും താത്തി വേണം നമ്മൾ കുളിക്കുന്ന ഏരിയ കൊടുക്കാനായിട്ട്. അപ്പോൾ വെള്ളം കറക്റ്റായിട്ട് അപ്പുറത്തേക്ക് പോകാത്ത രീതിയിൽ നനഞ്ഞ സ്ഥലവും അല്ലാത്ത സ്ഥലമായിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കിടക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇത് കണ്ടോ, സ്ലൈഡിങ്ങിൻ്റെ സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. സ്ലൈഡിങ് സിസ്റ്റം നല്ല രീതിയിൽ തന്നെ സേഫ്റ്റി ആയിട്ട് നമ്മൾ ഉറപ്പിച്ച് കൊടുക്കണം. അപ്പോൾ ഇതിന് കൊടുത്തിരിക്കുന്നത് താഴെയും 2 ക്ലാമ്പും, പിന്നെ ഏറ്റവും താഴെ, പിന്നെ അതിനുശേഷം സെൻറ്ററിൽ, പിന്നെ ഏറ്റവും മുകളിലായിട്ട്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ പറഞ്ഞ ലെവലിൽ ഒരു സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ് വെച്ചിട്ട് വേണം പ്ലംബിംഗ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ പറയുന്നത് കണ്ടോ, ഈ പറയുന്ന ടൈല് കാര്യങ്ങളെല്ലാം ഒട്ടിച്ച് കഴിയുന്ന സമയത്ത് പ്ലംബിങ്ങിൻ്റെ ലൈൻ ഏതിൽ പോയെന്ന് നമുക്ക് യാതൊരു ഐഡിയ പോലും ഉണ്ടാവില്ല. അപ്പോൾ പ്ലംബിങ്ങിൻ്റെ ലൈൻ ഒരു സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റിൽ ചെയ്തില്ലെങ്കിൽ നമ്മൾ ഈ ഡ്രില്ല് കാര്യങ്ങളൊക്കെ, അതായത് ഈ പറയുന്ന സ്ലൈഡിങ് കാര്യങ്ങളൊക്കെ വെക്കുന്ന സമയത്ത്, അതായത് ആ ബാക്കിൽ ചെന്നിട്ട് നമ്മൾ ഡ്രില്ല് ചെയ്യുന്ന സമയത്ത് ഡ്രില്ലതിൽ അടിച്ച് കയറാനുള്ള ചാൻസ് കാര്യങ്ങൾ കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ ഉണ്ടാവും ഈ ഏറ്റവും എൻഡിലായിട്ട് ഗ്ലാസിൻ്റെ പാർട്ടീഷൻ ചെയ്യുന്ന സമയത്ത് വളരെ നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ബീഡിങ് കൊടുത്തിരിക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് കുട്ടികൾ ആരെങ്കിലുമൊക്കെ വന്നിട്ട് പെട്ടെന്ന് തുറന്നു കഴിയുമ്പോൾ നേരെ പോയി ഇടിക്കാനുള്ള ചാൻസ് കാര്യങ്ങളുണ്ട്. ലോക്കിംഗ് സിസ്റ്റം ഉണ്ടെങ്കിൽ കൂടിയും എന്തെങ്കിലും റിസ്ക് സംഭവിച്ചാൽ ഗ്ലാസ് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഹൈ റിസ്ക് ഉള്ള ഫീൽഡ് ആയതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ സേഫ്റ്റി ആയിട്ട് ചെയ്യണം. ഏറ്റവും ടോപ്പിൽ കൊടുത്തിരിക്കുന്ന ഒരു സ്ലൈഡിങ് ചെയ്യാവുന്ന രീതിയിലുള്ള റോളറാണ് കൊടുത്തിരിക്കുന്നത്. അതിലാണ്, ആ ചാനലിലാണ് ഈ പറയുന്ന കംപ്ലീറ്റ് കാര്യങ്ങളും റോൾ ചെയ്ത് പോകുന്നത്. അതായത് നമ്മുടെ ചാനലിൽ വരുന്ന ആ ലെവലിലൂടെയാണ് ഗ്ലാസ് റോൾ ചെയ്ത് പോകുന്നത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യങ്ങളൊന്നാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്ലംബിംഗ് ലൈൻ എപ്പോഴും ഒരു സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ് ചെയ്തിന്. ഈ കണ്ട ക്ലാമ്പ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഭിത്തിയിൽ കൊടുത്തിരിക്കുന്ന ക്ലാമ്പ്. ആ ക്ലാമ്പ് നമ്മൾ ഡ്രില്ല് ചെയ്യുന്ന സമയത്ത്, അതായത് ഈ പറയുന്ന ഗ്ലാസിൻ്റെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അറിയില്ല, അവർ ഡ്രില്ല് ചെയ്യുമ്പോൾ നേരെ നമ്മുടെ പ്ലംബിങ്ങിൻ്റെ ലൈനിലെ പൈപ്പിലേക്കായിരിക്കും ഡ്രില്ല് ചെയ്ത് കയറ്റുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ് ലെവലിൽ നമുക്ക് ഒരു പൈപ്പ് ലൈൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. നമുക്ക് അതിലൂടെ പൈപ്പ് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കി നമുക്ക് അറിയാൻ ചെയ്യാം. കണ്ടോ, ഇപ്പോൾ നിങ്ങൾ കണ്ടോ, പമ്പിംഗ് ലൈൻ എന്ന് പറയുന്നത് ഏകദേശം നമ്മുടെ ഫിനിഷിംഗ് ലെവലിൽ നിന്ന് താഴത്ത് നിന്ന് ഏറ്റവും കുറഞ്ഞത് 1 അടിയെങ്കിലും 1.5 അടി ഹൈറ്റിലായിരിക്കും പ്ലംബിംഗ് ലൈൻ കൊണ്ടുപോകേണ്ടത്. അതായത് ഫിനിഷിംഗ് ലെവലിൽ നിന്ന് സാധാരണ മെഷർമെൻറ്റ് 1 അടി ലെവലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ യാതൊരു വിഷയങ്ങളോ കാര്യങ്ങളോ ഉണ്ടില്ല. അപ്പോൾ നമുക്ക് ഫിനിഷിംഗ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് പറയാം 1 അടിൻ്റെ ഉള്ളിലായ ഇതിൽ പൈപ്പ് ഉള്ളതുകൊണ്ട് മാറ്റി ക്ലിയർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാം കഴിഞ്ഞതിന് ശേഷം ഡ്രില്ല് ചെയ്യുമ്പോൾ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡ്രില്ല് ചെയ്ത് ഈ പറയുന്ന പ്ലംബിംഗ് ലൈനിൽ കയറി കഴിഞ്ഞാൽ ബാത്റൂം കംപ്ലീറ്റ് ടൈല് കാര്യങ്ങൾ ആ ഏരിയ മൊത്തം പൊളിച്ചളയേണ്ട അവസ്ഥ വരും. വീണ്ടും രണ്ടാമത് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് വരും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ് കീപ്പ് ചെയ്തിട്ട് പ്ലംബിംഗ് ലൈൻ ചെയ്യുക. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, പ്ലംബിംഗ് ലൈനിൻ്റെ സ്റ്റാൻഡേർഡ് ലെവൽ ഹൈറ്റ് കീപ്പ് ചെയ്ത് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഗ്ലാസിൻ്റെ പാർട്ടീഷൻ നല്ല സ്ട്രോങ് ആയിട്ട് ചെയ്യുക. പിന്നെ നല്ല അത്യാവശ്യം കനമുള്ള ഗ്ലാസ് തന്നെ യൂസ് ചെയ്യുക. കാരണം റിസ്ക് സംഭവിച്ചാൽ പിന്നെ നമുക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഹൈ ലെവലിൽ തന്നെ റിസ്ക് വരാവുന്ന രീതിയിലുള്ള ഏരിയ ആയതുകൊണ്ട് അതേ ലെവലിൽ തന്നെ നമ്മൾ ശ്രദ്ധ ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ 2 ട്രാപ്പ് കൊടുക്കാം. ഇവിടെ നമ്മൾ 2 ട്രാപ്പ് കൊടുത്തിട്ടുണ്ട്. കുളിക്കുന്ന ഏരിയയിലുള്ള ട്രാപ്പ്, അതായത് വേസ്റ്റ് ലൈൻ പോകുന്ന ട്രാപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ക്ലോസറ്റിൻ്റെ ഏരിയയിൽ ട്രാപ്പ് കൊടുത്തിട്ടുണ്ട്. 2 രീതിയിൽ നമുക്ക് കൊടുക്കാം. ഇവിടെ നമ്മൾ കണ്ടോ, ക്ലോസറ്റ് അവിടെ ഫിറ്റ് ചെയ്തില്ല, അപ്പോൾ ഫിറ്റ് ചെയ്യാനുള്ളതാണ്. അവിടെ നമ്മൾ ട്രാപ്പ് കൊടുത്തിട്ടുണ്ട്, താഴെ നമ്മളൊരു ട്രാപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ട് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കേണ്ട, ഷെയർ ചെയ്യാനും മടിക്കേണ്ട, ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ഇതുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.